ഹലോ വ്യൂവേഴ്സ്, കേസൈക്ലോപീഡിയയുടെ ഇന്നത്തെ എപ്പിസോഡിലോട് ഏവർക്കും ഹാർദമായ സ്വാഗതം. യൂഷ്വലി ഞാൻ എൻ്റെ വീഡിയോസ് ഒന്നും അങ്ങനെ ഷെയർ ചെയ്യണമെന്നൊന്നും പറയാറില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം എന്നൊരു അഭ്യർത്ഥന ആദ്യമേ തന്നെ പറഞ്ഞുകൊണ്ടാണ്. കാരണം വേറൊന്നുമല്ല, ഈ വീഡിയോയ്ക്ക് അതിൻ്റെതായ ഒരു പ്രസക്തി ഉണ്ട്. അത് നമുക്ക് വീഡിയോയിലോട്ട് പോകുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ആദ്യമേ തന്നെ ഇതൊന്ന് പറ്റിയ ഷെയർ ചെയ്യണമെന്ന് അറിയിച്ചുകൊള്ളുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ ശ്രദ്ധയിൽപ്പെട്ട ഒരു വാർത്തയാണ്. 2nd of February, ഇന്നിപ്പോൾ 24 ഫെബ്രുവരിക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു 3 ആഴ്ച മുന്നേ ശ്രദ്ധയിൽപ്പെട്ട ഒരു വീഡിയോ ആണ്. ഒരു ബാംഗ്ലൂർ സൈക്ലിസ്റ്റായ അനിൽ എസ് കത്സൂർ എന്ന് പറയുന്ന അദ്ദേഹത്തെ ഒരു ഫിറ്റ്നസ് ഇൻഫ്ലുവൻസർ എന്ന് തന്നെ വിളിക്കേണ്ടി വരും. ഒരു സൈക്ലിംഗ് ഇൻഫ്ലുവൻസർ, ഫിറ്റ്നസ് ഇൻഫ്ലുവൻസർ, ഒരു ഫിറ്റ്നസ് കോച്ച് എന്നൊക്കെ വിളിക്കേണ്ടി വരുന്ന അനിൽ കത്സൂർ ഒരു ഹാർട്ട് അറ്റാക്ക് കാരണമായിട്ട് മരണമടയുണ്ടായി. അനിൽ കത്സൂറിനെ കുറിച്ച് ആദ്യമേ തന്നെ 2 വാക്ക്. അതിനു മുന്നേ തന്നെ ഈ വീഡിയോ ഒരു രീതിയിലും അനിൽ കത്സൂറിനോ അദ്ദേഹത്തിന്റെ കുടുംബത്തിനോ വിഷമമോ വേദനയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. ഇതിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കാം എന്നുള്ളൊരു ആംഗിളിൽ മാത്രം, ഒരു അക്കാഡമിക് പർപ്പസിൽ മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അനിൽ കത്സൂർ എന്റെ സ്ട്രാവ പ്രൊഫൈലാണ് എന്റെ കയ്യിലുള്ളത്. അദ്ദേഹത്തിന്റെ സ്ട്രാവ പ്രൊഫൈൽ 31 ജാനുവരി 2024 ഒരു പോസ്റ്റാണ്. അതാണ് അദ്ദേഹത്തിന്റെ ലാസ്റ്റ് പോസ്റ്റ്. സാഡ്ലി, ഫിക്സി ലവ് 42 months in a row, daily 100 kilometers. Thank you God for all the blessings എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൈന്റെ ഒക്കെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അതിലൊക്കെ തഴമ്പ് നമുക്ക് വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ട്. കൈയൊക്കെ സാഡ്ലി പിടിച്ചിട്ടുള്ള തഴമ്പാണെന്ന് തോന്നുന്നു. പിന്നെ പുള്ളി അത്യാവശ്യം ഫിറ്റ്നസ് വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ ഇദ്ദേഹം മറ്റേ തൂങ്ങുക, പുള്ളപ്സ് ചെയ്യുക, അപ്പൊ കൈയൊക്കെ ഭയങ്കര റഫായിട്ടിരിക്കുന്ന ഒരു ഫോട്ടോ ആണ്. ഒരു ലാസ്റ്റ് പോസ്റ്റ് അതാണ്. ഇദ്ദേഹം ഒരു ഭയങ്കരമായ മനുഷ്യനായിരുന്നു, ഒരു കിടുവായിരുന്നു. എന്ന് വെച്ചാല് ഇദ്ദേഹത്തെ കാണുകയും ഇദ്ദേഹം ഒരുപാട് പേര് സൈക്ലിങ്ങിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പ്ലസ് ഇദ്ദേഹത്തെ കാണാനായിട്ട് ആൾക്കാർ വെയിറ്റ് ചെയ്ത് ഇദ്ദേഹം വരുമ്പോൾ കണ്ട് ഒരു ഷെയ്ക്ക് ഹാൻഡ് കിട്ടുന്നതൊക്കെ ആൾക്കാർക്ക് ഭയങ്കര കാര്യമായി കണ്ടുകൊണ്ടിരുന്ന, അതായത് ഒരു ഫിറ്റ്നസ് ഐക്കൺ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു മനുഷ്യനായിരുന്നു. 42 മന്ത്സ് എന്ന് പറയുമ്പോൾ, 42 മന്ത് എന്ന് പറയുമ്പോൾ ഒരു 1270 ദിവസങ്ങളാണ്. 1270 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് 100 കിലോമീറ്റർ ഇദ്ദേഹം സൈക്കിൾ ഓട്ടിയിരിക്കുകയാണ്. അപ്പൊ തന്നെ 1270 നമുക്ക് തന്നെ 1,27,000 കിലോമീറ്റർ ആയി ഈ പറയുന്ന ഈ കാലയളവിൽ തന്നെ. ബിഗ് നമ്പേഴ്സ്. നമുക്കൊന്നും ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും വലിയ നമ്പറാണ്. അപ്പൊ ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു മരണം സംഭവിക്കുന്നത് വരെ അനിൽ കത്സൂറിന്റെ അക്കംപ്ലിഷ്മെന്റ്സിനെ കുറിച്ച് വാചാലരായിരുന്ന ജനങ്ങള് ഇന്ന് അനിൽ കത്സൂർ 100 കിലോമീറ്റർ വെച്ച് ചവിട്ടണമെന്നുണ്ടായിരുന്നു എന്നല്ല പറയുക. ഹൗ മച്ച് ഇസ് ടു മച്ച് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അനിൽ കത്സൂറിന് ഇങ്ങനെ ഉണ്ടായത് വ്യായാമം കൂടുതലായത് കൊണ്ടാണോ എന്നൊരു ചോദ്യത്തിലോട്ട് നമ്മൾ എത്തി നിൽക്കുകയാണ്. അതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് എന്ന് എനിക്ക് തോന്നി. ഞാൻ ഇതുപോലെ ഒരുപാട് സൈക്ലിസ്റ്റിനെ കണ്ടിട്ടുണ്ട്. റെസ്റ്റ് ആൻഡ് റിക്കവറി ഇല്ലാതെ സൈക്കിൾ ചവിട്ടുന്ന ഒരുപാട് പേരുണ്ട്. അതിപ്പോ സൈക്ലിംഗ് തന്നെ ആവണമെന്നില്ല കേട്ടോ. എന്ത് ഫിസിക്കൽ ആക്ടിവിറ്റി ആണെങ്കിലും ഈ റെസ്റ്റ് ആൻഡ് റിക്കവറി എന്ന് പറയുന്ന ആ ഒരു കോമ്പണന്റ് ഇല്ലെങ്കിൽ ഉണ്ടാവാവുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. അപ്പൊ നമ്മൾ ആദ്യമേ തന്നെ പറയാനുള്ളതെന്ന് പറയുന്നത്, നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. ഫിക്സിയാണ് ഇദ്ദേഹത്തിന്റെ ഒരു ആവറേജ് ഒരു 6 മണിക്കൂർ എടുത്താണ് ഇദ്ദേഹം 100 കിലോമീറ്റർ ഒക്കെ ചവിട്ടിയിട്ടുള്ളത്. ഞാൻ ഇദ്ദേഹത്തിന്റെ ഒരു ടിപ്പിക്കൽ ആവറേജ് സ്പീഡൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 14.8, അതായത് ഒരു ഇതാണല്ലോ, ഗിയറില്ലാത്ത സൈക്കിളാണ്. 14.8, 15 ഒക്കെയാണ് പുള്ളിയുടെ ഒരു ആവറേജ് സ്പീഡ്. അപ്പൊ ഇദ്ദേഹം ഒരു 6 to 7 hours ഈസിലി എല്ലാ ദിവസവും സൈക്കിളിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കൊന്ന് തിരിച്ചാലോചിക്കാം. ഇദ്ദേഹത്തെ കുറിച്ച് ഞാൻ കുറെ വായിച്ചു, ഞാൻ കുറച്ച് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നവരോട് കണക്ട് ചെയ്ത് നോക്കി. പക്ഷെ എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് പേഴ്സണൽ ഇൻഫർമേഷൻ ഒന്നും കിട്ടിയില്ല. ഇദ്ദേഹം 2 മണിക്ക് എഴുന്നേക്കുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇദ്ദേഹത്തിന് 13 വയസ്സുള്ള ഒരു മോളും ഭാര്യയൊക്കെ ഉണ്ടെന്നും വേറൊരു ഇതേ കണ്ടു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഇദ്ദേഹം ഒരു ജോലിക്ക് പോകുന്നു എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. എനിക്ക് അതേക്കുറിച്ച് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ഇല്ല. ഞാൻ എവിടെയൊക്കെ തപ്പി നോക്കിയിട്ട് എനിക്ക് ഇദ്ദേഹത്തിന്റെ അങ്ങനെയുള്ള ഇൻഫർമേഷൻ ഒന്നും കിട്ടിയില്ല. നോക്കൂ, ഇദ്ദേഹം ഒരു 10 മണി മുതൽ മേ ബി ഒരു 6 മണി 7 മണി വരെ ജോലി ചെയ്യുന്ന ഒരാളാണ്. ഈ ജോലി കഴിഞ്ഞ് 7 മണിക്ക് വന്ന് ഇദ്ദേഹം വീട്ടിൽ വന്ന് ഒരു കുടുംബസ്ഥനാണെന്ന് മനസ്സിലായി. ഒരു 10 മണിക്ക് കിടന്നിട്ടുണ്ടാവും എന്ന് വെച്ചോളൂ. ഒരു ബെസ്റ്റ് കേസ് സിനാരിയാണ് ഞാൻ പറയുന്നത്. 10 മണിക്ക് കിടന്നാൽ 11, 12, 1, 2. ഇദ്ദേഹം ഉറങ്ങുന്നത് 4 മണിക്കൂറാണ്. ഈ 42
മാസത്തിൽ ഒരു ദിവസം പോലും പുള്ളി 100 കിലോമീറ്റർ ചവിട്ടാതിരുന്നിട്ടില്ല. ഇറ്റ് ഷോസ് ദ കൈൻഡ് ഓഫ് പേഴ്സൺ ഹി ഈസ്, ഇറ്റ് ഷോസ് ഹിസ് പെർസിവറൻസ്, ഇറ്റ് ഷോസ് ഹിസ് എക്സെപ്ഷണൽ ഗ്രിറ്റ്. പക്ഷെ അഗെയിൻ ആലോചിച്ച് നോക്കൂ, 45-ാമത്തെ വയസ്സാണ്. 45-ാമത്തെ വയസ്സിൽ ഒരു ഹാർട്ട് അറ്റാക്ക്. അത് അഗെയിൻ ഇത്രയും കാർഡിയോ ചെയ്ത് ഒരു കാർഡിയോ വാസ്കുലർ ഫിറ്റ്നസ് എന്തൂസിയാസ്റ്റിന് കാർഡിയോ വാസ്കുലർ ഫെയിലിയർ വന്ന് ഒരു മരണം സംഭവിക്കുക എന്ന് പറയുന്നത് അത് നമുക്കൊട്ടും തന്നെ അംഗീകരിക്കാനോ താങ്ങാനോ പറ്റാത്തൊരു കാര്യമാണ്. എനിക്ക് ആദ്യം പറയാനുള്ളത് ഒരു യു ഗ്രാഫ് ഉണ്ട്. യു എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇപ്പൊ നമ്മള് ഒരാൾ സെഡൻഡറി ആയിട്ട് ജീവിക്കണം, അത് ഒരു വ്യായാമം ചെയ്യാതെ ജീവിക്കുന്ന ആളിന് യു ആണ്, ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. അദ്ദേഹത്തിന് ഹാർട്ട് ഡിസീസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ ഈ ഇവിടെ എക്സ് ആക്സിസിൽ ട്രെയിനിങ്ങിനെ കുറിച്ചും അതായത് വർക്കൗട്ട്സിനെ കുറിച്ചും ഈ വൈ ആക്സിസിൽ ഈ ഹെൽത്തിന്റെ റിസ്കിനെ കുറിച്ചും ഹാർട്ടിന്റെ റിസ്കിനെ കുറിച്ചുമാണ് പ്ലോട്ട് ചെയ്യുന്നതെങ്കിൽ ഇത് യു ആണ്. അതായത് ഇങ്ങനെ താഴ്ന്നു വരും. നമ്മൾ ഇവിടെ നിന്ന് ട്രെയിനിങ് കൂട്ടും തോറും ഈ ഗ്രാഫ് ഇങ്ങനെ താഴ്ന്നു വരും. അതായത് ഹാർട്ട് ഡിസീസ് ഉണ്ടാവാനുള്ള സാധ്യത കുറഞ്ഞുകൊണ്ടിരിക്കും. നല്ലൊരു കാര്യമാണ്. പക്ഷേ ഇത് ഇങ്ങനെ കുറഞ്ഞു വന്നിട്ട് അങ്ങനെ കുറഞ്ഞു പോകുന്ന ഒരു ഗ്രാഫ് അല്ല. ഇതിങ്ങനെ കുറഞ്ഞു വന്നിട്ട് ഇത് വീണ്ടും മുകളിലോട്ട് കയറും. ഇതൊരു യു ഗ്രാഫാണ്. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ എവിടെ ഒരു പോയിന്റ് ഉണ്ട്, അതിനെയാണ് നമ്മൾ മോഡറേറ്റ് എന്ന് പറയുന്നത്. ഒരു ഒപ്റ്റിമം പോയിന്റ് ഉണ്ട്. ആ സംഭവം കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നെ ആക്ച്വലി ഹാർട്ട് ഡിസീസ് കൂടാനുള്ള സാധ്യതയാണ് വരുന്നത്. ഈ യു ചാർട്ട് എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാവണം. അതായത് എല്ലാം മിതമായിട്ട് ചെയ്താൽ യാതൊരു പ്രശ്നമില്ല എന്നുള്ളതാണ്. ഇനി ഞാനിപ്പോ കുറച്ച് റിസർച്ച് ചെയ്തതിൽ നിന്ന് എനിക്ക് മനസ്സിലായ, നിങ്ങൾക്ക് ഇതിന് എടുത്തോണ്ട് പോകാൻ പറ്റുന്ന ടേക്ക് അവേസ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു ഫാമിലി ഹിസ്റ്ററി ഉണ്ട്. ഫാമിലിയിൽ ഇപ്പൊ ഡയബറ്റീസ്, ബ്ലഡ് ഷുഗർ, ഹൈ കൊളസ്ട്രോൾ, ഹാർട്ട് റിലേറ്റഡ് കാർഡിയോവാസ്കുലർ ഡിസീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ 100% എല്ലാ വർഷവും ഒരു മെഡിക്കൽ ചെക്കപ്പ് ചെയ്തിരിക്കണം. എല്ലാ വർഷവും ഒരു ഫുൾ ബോഡി ചെക്കപ്പ്, നമ്മുടെ എല്ലാ പരിപാടികളും ഒന്ന് ചെക്ക് ചെയ്തിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് കഴിഞ്ഞിട്ടാണ് ഇത് വരുന്നതെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഒരു മെഡിക്കൽ ചെക്കപ്പ് എന്നുള്ളത് നമ്മുടെ ഒരു റൂട്ടീൻ ആക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് കോവിഡ് വന്നിട്ടുണ്ട് ആൻഡ് അഗെയിൻ ഇഫ് യു ഹാവ് ഹാഡ് സിവിയർ കോവിഡ്, അതായത് നിങ്ങൾ ആശുപത്രി കിടക്കുക, ഒരു പ്രൊളോങ്ഡ് പീരീഡിൽ നിങ്ങൾ സഫർ ചെയ്യുക, അങ്ങനെയൊക്കെ ഉള്ളവരും ഒന്ന് കരുതി ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ഇനി എനിക്ക് പറയാനുള്ളത് റെസ്റ്റിനെ കുറിച്ചാണ്. ഇപ്പോൾ ആക്ച്വലി ഞാനിപ്പോ കുറച്ച് റിസർച്ച് ഒക്കെ ചെയ്ത് കുറച്ച് ഡേറ്റ എടുത്ത് വെച്ചത് എനിക്ക് മനസ്സിലാവുന്നത്, നമ്മൾ സൈക്കിൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് മസിൽ ബ്രേക്ക് ഡൗൺ ഉണ്ടാവും. മസിൽ ബ്രേക്ക് ഡൗൺ ഉണ്ടായിട്ടാണ് മസിൽ വളരുന്നത്. അതായത് മസിലില് ചെറിയ മൈക്രോ ടിയേഴ്സ് ഉണ്ടാവും. നമ്മുടെ ഈ പറയുന്ന സാധനങ്ങൾക്ക് ഇപ്പൊ ഇത് കൈയാണ്, നമ്മുടെ കാലിൽ ചോട്ടുമ്പോൾ നമ്മുടെ മസിൽസ് ടിയേഴ്സ് ഉണ്ടായിട്ട് അത് റിക്കവറി ചെയ്യാനായിട്ടൊരു സമയമുണ്ട്. അതാണ് നമ്മൾ റെസ്റ്റ് ആയിട്ട് എടുക്കേണ്ടത്. നമ്മൾ ഇന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ന് രാവിലെ നമ്മൾ 100 കിലോമീറ്റർ ഓട്ടി, നാളെ രാവിലെ 100 കിലോമീറ്റർ ഓട്ടി, അടുത്ത ദിവസം രാവിലെ ഇതിങ്ങനെ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ അത് ശരീരത്തോട് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു പീഡനമാണ്. അപ്പൊ അതിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതാണ് സൈക്ലിംഗ് അല്ല ഏത് പരിപാടിയാണെങ്കിലും ഒരു റെസ്റ്റ് ഡേ ഇല്ലാതെ ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മളെ ഒരുപാട് പേര് മോട്ടിവേറ്റ് ചെയ്യും, നിങ്ങൾ അത് ഭയങ്കര സംഭവമാണ്. പക്ഷെ അനിൽ കച്ചൂറിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഇദ്ദേഹത്തെ അങ്ങനെ ഒരു ഐക്കണായിട്ട് കണ്ടുകൊണ്ടിരുന്നിട്ട് ഇന്നിപ്പോ ആൾക്കാർ സംസാരിക്കുന്നതും ചിന്തിക്കുന്നതും അദ്ദേഹത്തിന് എന്താണ് തെറ്റ് പറ്റിയത് എന്നുള്ളതിനെ കുറിച്ചാണ്. അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആരും പറഞ്ഞില്ല ഇതൊരു തെറ്റാണെന്ന്, ആരും പറഞ്ഞു കൊടുക്കാനുണ്ടായിരുന്നില്ല. ഓർ മേ ബി പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, ഇദ്ദേഹം കേട്ടിട്ടുണ്ടാവില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമുക്ക് അതേക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയില്ല. പറയുന്നതെന്ന് പറഞ്ഞാൽ ആ മസിൽ ടിയർ ഉണ്ടായിട്ട് മസിൽ തിരിച്ച് റിക്കവർ ആവാൻ ഒരു സമയം കൊടുക്കണം. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത്, ആ മസിൽ വീക്കായി പോവാണ്. അപ്പൊ ഞാനിവിടെ മസിലിൽ റിപ്പയർ ആവാൻ സമയം കൊടുത്തില്ലെങ്കിൽ ദേ ക്യാൻ അക്യുമുലേറ്റ് ആൻഡ് ലീഡിങ് ടു മസിൽ ഫറ്റീഗ്, വീക്ക്നെസ് ആൻഡ് പൊട്ടൻഷ്യൽ ഇഞ്ചുറീസ് ലൈക്ക് സ്ട്രെയിൻസ് ഓർ ടിയേഴ്സ്. നമ്മൾ മസിൽ ബിൽഡ് ചെയ്ത് നമുക്ക് അവിടെ സ്ട്രെങ്ത് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടി നമ്മൾ പ്രോപ്പർ റെസ്റ്റ് കൊടുത്തില്ലെങ്കിൽ അത് നമുക്ക് നെഗറ്റീവായിട്ട് തന്നെ സംഭവിക്കും. പിന്നെ അഗെയിൻ നമ്മൾ കാർഡിയോ വാസ്കുലർ എക്സസൈസ്, അപ്പോൾ ഓട്ടോ ആയിക്കോട്ടെ സൈക്ലിംഗ് ആയിക്കോട്ടെ, ഈ നമ്മുടെ ഗ്ലൈക്കോജൻ ഡിപ്ലീഷൻ സംഭവിക്കും. നമ്മുടെ ഗ്ലൂക്കോസ് സെൽസ് എല്ലാം അതിൽ നിന്നുള്ള ഫുൾ എനർജി എടുത്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആൻഡ് അഗെയിൻ അങ്ങനെ അതിന് നമ്മൾ റെസ്റ്റ് കൊടുത്തില്ല എങ്കിൽ ബോഡി മേ സ്ട്രഗിൾ ടു മെയിൻറ്റെയിൻ ഇന്റൻസിറ്റി ആൻഡ് എൻഡ്യൂറൻസ് ഡ്യൂറിങ് സബ്സിക്വന്റ് റൈഡ്സ്. അപ്പൊ ഇദ്ദേഹത്തിന്റെയൊക്കെ നമ്മൾ ഒന്ന് ആഴത്തിലൊക്കെ ഇരുന്ന് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ പുള്ളിയുടെ റൈഡിന്റെ ഡിസ്റ്റൻസ്, പെർഫോമൻസ്, ഇങ്ങനെയൊക്കെ ചെറിയ ഡിഫറൻസസ് ഉണ്ടായിരുന്നുണ്ടാവും. നമ്മളിന് ആ ഒരു ലെവലിലോട്ട് പോകുന്നില്ല. പിന്നെ അഗൈൻ മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി ഇത് ഒരു കാർഡിയോ വാസ്കുലർ സ്ട്രെസ് ആണ് നമുക്ക് തരുന്നത്. കാരണം സൈക്ലിംഗ് പ്ലേസസ് സിഗ്നിഫിക്കന്റ് ഡിമാൻഡ്സ് ഓൺ യുവർ കാർഡിയോ വാസ്കുലർ നമുക്കറിയാം. നമ്മുടെ ഹാർട്ട്, ലങ്സ്, ബ്ലഡ് വെസൽസിനെല്ലാം ഇമ്പാക്ട് ചെയ്യും നമുക്കറിയാം. ഇന്റൻസ് ഓർ പ്രൊലോങ്ഡ് സൈക്ലിംഗ് സെഷൻസ് വിത്തൗട്ട് പ്രോപ്പർ റെസ്റ്റ് ക്യാൻ ലീഡ് ടു ഇൻക്രീസ് ഹാർട്ട് റേറ്റ്, elevated blood pressure, excessive strain on the cardiovascular system. Over time, this can contribute to cardiovascular fatigue, decreased aerobic capacity and increased risk of cardiovascular
related issues such as heart, or increased risk of cardiovascular diseases എന്നാണ് ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ പറയുന്നത്. ബേസിക്കലി എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് സൈക്കിൾ ഓട്ടുന്നത്? നമുക്കൊരു വെൽബീയിങ്ങിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ സൈക്കിൾ ഓട്ടുന്നത്, അല്ലേ? നമുക്കൊരു നല്ല സോഷ്യൽ ലൈഫ് ഉണ്ടാവണം, നമുക്കൊരു ഒരു ഓവറോൾ വെൽബീയിങ് ആണ്. സൈക്ലിംഗ് ഒരു പാക്കേജ് ആണല്ലോ, അപ്പോൾ ഓവറോൾ വെൽബീയിങ് ആണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ എന്തിനു വേണ്ടിയാണോ സൈക്ലിംഗ് ചെയ്യുന്നത്, നമ്മളത് ഓവറായിട്ട് ചെയ്ത് കംപ്ലീറ്റ്ലി നെഗറ്റീവായിട്ടുള്ള, കംപ്ലീറ്റ്ലി വിപരീതമായിട്ടുള്ള ഒരു കോൺസിക്വൻസ് നമ്മളിലോട്ട് എത്തുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ സംതിങ് ദാറ്റ് വി വാണ്ട് ടു ഹാപ്പൻ. അപ്പോൾ അത് ഒന്ന് ആലോചിച്ചോളാം. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്നെ പലരും പറഞ്ഞ് കളിയാക്കാറുണ്ട്, എനിക്ക് ഉറക്കം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ റിപ്പയർ നടക്കണമെങ്കിൽ നമ്മൾ ഉറങ്ങുക തന്നെ വേണം. അപ്പോൾ ഉറക്കം എന്ന് പറയുന്നത് ദയവ് ചെയ്തിപ്പോ ഈ BRM ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഉറക്കം ഇല്ലാതെ ചെയ്യുന്ന പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മുടെ ബോഡിയിൽ ഒരു അൺനെസസറി സ്ട്രെസ് കൊടുക്കണം. അപ്പോൾ ഒരു BRM കഴിഞ്ഞിട്ട് നമ്മൾ റെസ്റ്റും റിക്കവറി, അപ്പോൾ ഒരു 2 ദിവസം ഉറക്കം ഇല്ലാതൊക്കെ നമ്മൾ ചെയ്യുന്ന പരിപാടികളെല്ലാം പിന്നെ ആണെങ്കിലും ഉറങ്ങി ബോഡിയെ തിരിച്ച് ആ നോർമൽസിയിലോട്ട് കൊണ്ടുവരാനായിട്ട് നമ്മൾ പരമാവധി ശ്രമിക്കുക. എന്നല്ല, ചെയ്യുക. അതാണ് ആദ്യമേ പറയാനുള്ളത്. അപ്പോൾ ഇപ്പം നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ സ്ലീപ്പ് ഈസ് വെൻ യുവർ ബോഡി ഡസ് ലോട്ട് ഓഫ് ഇറ്റ്സ് റിപ്പയർ വർക്ക്. Getting enough good quality sleep help your muscle recover faster and keeps your mind sharp and focused. ഇതെല്ലാം സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ അഗൈൻ റെസ്റ്റ് അലൗസ് യുവർ മസിൽ ടു റിപ്പയർ ദംസെൽസ് ആൻഡ് ബിക്കം സ്ട്രോങ്ങർ, വിച്ച് ഇസ് വെരി ഇമ്പോർട്ടന്റ്. കാരണം നമ്മൾ ഈ എല്ലാ ദിവസവും ചവിട്ടുക എന്ന് പറയുമ്പോൾ ആക്ച്വലി നമ്മളോട് വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചിലരൊക്കെ പറയും, ഞാനിങ്ങനെ ഡെയിലി 100 കിലോമീറ്റർ ഞാൻ മെലിഞ്ഞിതായി, പക്ഷെ നിങ്ങളുടെ മസിൽ ലോസ് ആണ് സഹോദരൻ സംഭവിക്കുന്നത്. ദയവേത് അതിനോട്ട് പോകരുത്. നിങ്ങൾ റെസ്റ്റ് എടുത്ത് റിക്കവർ ചെയ്ത് സ്ട്രോങ് ആയിട്ട് തിരിച്ചു വരികയാണ് വേണ്ടത്. റിപ്പയർ ആൻഡ് അഡാപ്റ്റേഷനെ കുറിച്ച് ഇറ്റ്സ് ലൈക്ക് ഗിവിംഗ് ദം ടൈം ടു ഹീൽ ആൻഡ് ഗ്രോ ആഫ്റ്റർ ബീങ് സ്ട്രെസ് ഡ്യൂറിംഗ് സൈക്ലിംഗ്, വെരി ഇമ്പോർട്ടന്റ്. പിന്നെ ആക്റ്റീവ് റിക്കവറി എന്ന് പറയുന്ന സംഭവമുണ്ട്. ആക്റ്റീവ് റിക്കവറി ജെന്റൽ സ്ട്രെച്ചസ് ഒക്കെ ചെയ്ത് ഈ നമ്മുടെ റെസ്റ്റ് എടുക്കുന്ന ദിവസം നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ സ്ട്രെച്ച് ചെയ്യാൻ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിലും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ബ്ലഡ് ഫ്ലോയും പരിപാടിയൊക്കെ ആയിട്ട് വീണ്ടും മസിൽസിന് ഒന്നൊന്ന് റിക്കവർ ആവാനുള്ള സമയം കിട്ടും. അതുപോലെ വേറൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ് ഈ ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ബാലൻസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ സൈക്ലിങ്ങിലൂടെ ഇത്രയും സ്വെറ്റ് ചെയ്ത് പോകണ്ട, വേർത്ത് പോകുമ്പോഴത്തേക്ക് ഒട്ടനവധി ഇലക്ട്രോലൈറ്റ്സ് നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടമാവുന്നുണ്ട്. ഈ ഇലക്ട്രോലൈറ്റ്സ് തിരിച്ചെടുക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ സത്യം പറഞ്ഞാൽ ഒരുപാടൊന്നും കാര്യമായിട്ട് ചിന്തിക്കാത്തൊരു ഏരിയ ആണ്. അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിട്ട് തന്നെ വെച്ചോളൂ. ഈ ഇത് വരുമ്പോൾ നമ്മൾ അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഹൈഡ്രേഷൻ, അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റ്സിന്റെ നഷ്ടവും കൂടെ നികത്തി വേണം നമ്മൾ ഒരു ലോങ് ടേമിൽ ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യാൻ. അപ്പോൾ ഈ റിസർച്ച് ഫൈൻഡിങ്സ് ഞാൻ കുറച്ച് ഓവർ ട്രെയിനിങ് സിൻഡ്രോം എന്ന് തന്നെയാണ് ഇതിന് പറയുന്നത്. അതിന് റിസർച്ച് ഫൈൻഡിങ്സ് പറയുന്നത് studies have shown that overtraining can really mess with your body and performance. It lead to injuries, mess up your hormones, weaken your immune system and make you feel pretty lousy overall. ഇതൊന്നും ആവശ്യമില്ല. ഇനി imagine feeling exhausted and sore at all times, even though you're saying this can happen because your body don't get enough rest. It's like running on empty and can really set back into training. അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ പണിയെടുക്കുന്നത് അതിന്റെ കംപ്ലീറ്റ്ലി വിപരീതമായിട്ടുള്ള സംഭവങ്ങളാണ് നടക്കുന്നത്. ആൻഡ് അഗെയിൻ ഇത് മെന്റൽ ഹെൽത്തിനെ അഫക്ട് ചെയ്യുന്നുണ്ട്, ഹാർട്ടിന്റെ ഹെൽത്തിനെ അഫക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ അഫക്ട് ചെയ്യുന്നതായിട്ട് പഠനങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ റെപ്പറ്റേറ്റീവ് നേച്ചർ ഉള്ള പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ക് ഇൻഫെക്ഷൻ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളെ കുറിച്ചും പല ഇതുണ്ട്. ഡൈജസ്റ്റീവ് ഇഷ്യൂസിനെ കുറിച്ച് പറയുന്നുണ്ട്. എല്ലാം ഇത് ഇങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ നമ്മൾ ഓർഡറിങ് ചെയ്യുന്നതുകൊണ്ട് പറയുന്നുണ്ട്. ഹോൾ പോയിന്റ് മിതത്വം, ആ മിതം എന്താണെന്ന് നമ്മൾ ഇത് ചെയ്യുക. ലിസൺ ടു യുവർ ബോഡി, ഗീവ് ഇറ്റ് ആംപിൾ റെസ്റ്റ്. അതിന് എത്രത്തോളം റെസ്റ്റ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും, യുവർ ബോഡി വിൽ താങ്ക് യു. അല്ലാതെ നമ്മൾ ശരീരത്തെ പാടുപെടുത്തും. എനിക്ക് ഞാനൊരു ഫോർട്ടിസ് ഹോസ്പിറ്റലിൽ ഒരു കാർഡിയോളജിസ്റ്റ് ഡോക്ടറിന്റെ ഒരു സ്പീച്ച് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അനിൽ കച്ചൂറിന്റെ വിഷയത്തിൽ. അദ്ദേഹം പറയുന്നത് 18 വയസ്സ് വരെ നിങ്ങൾ എന്താ ചെയ്യും, പിന്നെ അങ്ങോട്ട് ഏജ് കൂടും തോറും നിങ്ങൾ കെയർഫുൾ ആവണം. പിന്നെ നിങ്ങൾ അങ്ങോട്ട് ഏജ് കൂടും തോറും 18 വയസ്സിൽ നിങ്ങൾ എന്ത് പണ്ടാരമാണോ ചെയ്തോളൂ, ശരീരം നിങ്ങളുടെ കൂടെ വെക്കും. 18 വയസ്സ് കഴിഞ്ഞ് ചെയ്യുന്ന എല്ലാ പരിപാടിക്കും ലിസൺ ടു യുവർ ബോഡി. നിങ്ങളുടെ ബോഡി എന്താണോ പറയുന്നത് അത് മാത്രം ചെയ്യുക, അല്ലാണ്ട് വേറെ ഒരു പരിപാടിയും ചെയ്യരുത്. ടു മീ ഇറ്റ് വാസ് ലൈക്ക് വേർഡ്സ് ഓഫ് ഗോൾഡ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ പറഞ്ഞതിൽ. ഇറ്റ് മെയ്ഡ് കംപ്ലീറ്റ് സെൻസ് ടു മീ. അപ്പൊ എന്റെ ഹോൾ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ആക്ടിവിറ്റി ചെയ്താലും മിതമായി ചെയ്യുക. മോഡറേഷൻ ഇസ് ദ കീ. ഹൗ മച്ച് എക്സസൈസ് ആണ്, ഇപ്പോൾ ഹൗ മച്ച് ഇസ് ദി റൈറ്റ് എമൗണ്ട് ഓഫ് എക്സസൈസ് എന്നുള്ളത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ലിസൺ ടു യുവർ ബോഡി, ഓൺലി യുവർ ബോഡി ക്യാൻ ആൻസർ. അപ്പോൾ ഇത്രയും നല്ല ഒരു വലിയ ഒരു മഹാനായ സൈക്ലിസ്റ്റിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഏറെ വിഷമത്തോടു കൂടി ഒരു പിടി ഓർമ്മപ്പൂക്കൾ സമർപ്പിച്ചുകൊണ്ട്
നമുക്കതിൽ നിന്ന് പഠിക്കാവുന്ന ഏറ്റവും നല്ല പാഠം എന്ന് പറയുന്നത് മോഡറേഷൻ ഇസ് ദ കീ എന്നുള്ളതാണ്. ഈ ഒരു സന്ദേശം നിങ്ങളോട് എത്തിക്കണമെന്നുണ്ടായിരുന്നു, അത് പറയാൻ